കാറ്റുപോലെ ഇന്ന കാര്യങ്ങളെങ്കിലും ഫസ്റ്റ് കഴിച്ചത് ഞാൻ വരെ സ്കൂളിൽ പോയി വരല്ല. ഫുഡ് ഉണ്ടാക്കണം, ഇവിടെ വീഡിയോ എടുക്കണം, സ്റ്റിച്ച് ചെയ്യണം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. മോർണിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ നീറ്റിട്ടൊന്നുമില്ല. 2-3 ദിവസം പിള്ളേർക്ക് ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെല്ലെ നീറ്റിട്ടുള്ളൂ കേട്ടോ എല്ലാവരും. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ചായ ഉണ്ടാക്കണം, കടി ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം, അങ്ങനെ എല്ലാ പണിയും കേട്ടോ. ഇത്രയും നേരം ഉറങ്ങിയിട്ടും ഇപ്പോഴും ഉറക്കം അങ്ങോട്ട് മാറിയിട്ടില്ല. രാത്രി നല്ലോണം നേരം വൈകിട്ട് കിടക്കുന്നതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഇന്നലെ ചപ്പാത്തിപ്പൊടി കൊണ്ടുതന്നെ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാൻ തടി നല്ലോണം കുറഞ്ഞല്ലേ ഗൈസ്. എന്നോട് എല്ലാവരും തടി കുറഞ്ഞതിൻ്റെ എല്ലാവരും ഒന്നുമില്ല, കുറച്ച് പേര് വെയിറ്റ് ലോസിൻ്റെ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടാട്ടോ, ഭൂലോക വിറ്റായിരിക്കും അത്. അപ്പോൾ നമ്മളപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ മുട്ടക്കറി സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം, എന്നിട്ട് ചപ്പാത്തി കുഴയ്ക്കാം, എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പം മഴയൊക്കെ പോയി നല്ല നട്ടപ്പുറ വെയിലായിട്ടുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് തുണികൾ വിരിച്ചിടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ആദ്യം നമുക്ക് മുട്ട വയ്ക്കാം, അതങ്ങനെ കിടന്നാവട്ടെ. കണ്ണൻകുട്ടി രാവിലെ തന്നെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. കണ്ണൻകുട്ടിക്കല്ല കേട്ടോ, ഫ്രണ്ട്സിന് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കൂടെ പോയിട്ടുണ്ട്. ആളെത്തിയിട്ടില്ല. എത്തുമ്പോഴേക്കും നമുക്ക് ചായയും കടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ആരുടെയും. കുളി അടിച്ചുവാരലും തുടക്കലൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ ലീവുള്ള ദിവസത്തിനേക്കാട്ടിലും നല്ലത് എനിക്ക് തോന്നുന്നു വർക്കിംഗ് ഡേ, ക്ലാസ് ഒക്കെ ഉള്ള ദിവസം, അല്ലെങ്കിൽ എല്ലാവർക്കും വർക്കുള്ള ദിവസമാണ്. അല്ലല്ല, അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങളെങ്കിലും ഫസ്റ്റ് കഴിഞ്ഞത് ഞാനും അങ്ങനെ ആവുകയാണ്. ഇവരെ പോലെ ആവും. നല്ലൊരു സ്വഭാവമുള്ള ഞാനാ അമ്മേ. 4 മണിക്ക് പുലർച്ച 5 മണിയാകുമ്പോഴേക്കും പണിയൊക്കെ കഴിഞ്ഞു. അങ്ങനല്ല, 5 മണിക്ക് നീട്ടിട്ട് 6-6:30 എന്റെ പണി 7 മണിയാകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞാറുണ്ടോ? അത് വിട്ട വളരെ മടിയാണ് ഗായ്സ്. ആ മടി എനിക്ക് ഇപ്പഴും മടിയിട്ടോ, ഇവരെ കണ്ടിട്ടുള്ള മടി. ചെറുതിലൊക്കെ മടിയില്ലായിരുന്നു, അതിന്റെ ശേഷം മടി. ഇപ്പോഴേക്കും മടിയൊന്നും എനിക്ക് വയ്യ. പറ്റില്ല. ഞാൻ വരെ സ്കൂളിൽ പോയി വരല്ല. ഫുഡ് ഉണ്ടാക്കണം, ഇവിടെ വീഡിയോ എടുക്കണം, സ്റ്റിച്ച് ചെയ്യണം, വീട്ടിലത്തെ കാര്യം നോക്കണം. പുറത്തേക്കോ ഞാനും എന്താ നീക്കണം പോകണം. ആ ഒരു ഓണം മാത്രമേ ഉള്ളൂ അല്ലേ. ചപ്പാത്തി ഞാൻ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല വിശപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് കുഴക്കട്ടെ. അപ്പൊ ഞാൻ ഓയിലിന്റെ പാത്രം കപ്പ് കൊടുക്കുക. കപ്പോ? ഈ കപ്പില് വെള്ളം വേണം. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കടി ഉണ്ടാക്കലിൽ ഒരെണ്ണമാണ് ഈ ഒരു ചപ്പാത്തി. പക്ഷെ കഴിക്കാൻ ഇഷ്ടല്ലേ? കഴിക്കാൻ വലിയ ഇവിടെ ആർക്കും ചപ്പാത്തി വലിയ ഇതൊന്നുമില്ല. പൊറോട്ട കുഴപ്പമൊന്നുമില്ല. അതെ, ഉണ്ടാക്കി കഴിക്കുന്നു. എന്ത് കുഴപ്പമില്ല, ഉണ്ടാക്കി കഴിക്കും. വേസ്റ്റ് ചെയ്തൊന്നും കളയും പോവില്ല, പ്രത്യേകിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ. ഒരു പണിയിട്ട് ചെയ്യൂല്ല. എന്നാ ചെയ്യണോരാ ചെയ്യാൻ സമ്മതിക്കോ? അതുമില്ല. അതാണ് ചെയ്തോളൂ, അവര് ബാക്കി ഞാൻ ചെയ്യണ്ടല്ലോ എന്നൊക്കെ. ഒരു +2 പഠിക്കണ കുട്ടികളെ ആലോചിച്ച് നോക്കണം. എന്തൊക്കെ ചെയ്യും, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും. ഒരു അടിച്ചു വാരി തുടക്കലും ഒരു അടിച്ചു വാരലും ഒരു തുടക്കലും കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതാ കണ്ട സ്വഭാവം മാറുന്ന കണ്ട ഗൈസ്. പൊക്കി പറയണം, എല്ലാം ചെയ്യുന്നത് കുട്ടിയൊന്നും ഇരിക്കലില്ല. അതെ, കുട്ടിക്ക് കിടന്നിട്ട് ഇവിടെ കുട്ടിക്ക് ഞാൻ പറയാൻ നിൽക്കാറുള്ളത്. ഇനി ഞാൻ പറഞ്ഞിട്ട് ഇനി ഫുള്ള് നെഗറ്റീവാ ഉണ്ടാച്ചിട്ടാ. ഇന്ന് ട്രോളാൻ ഒരു തെണ്ടിയുടെ ആവശ്യം എനിക്കില്ല. ഞാൻ ചെറുതിലൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഞാൻ ചെറുതിൽ 5 അറിയാലോ, അമ്മമ്മ എന്നോട് പറഞ്ഞു. ആരടി?
ഫോൺ വന്ന് ഞാൻ എന്റെ ചെറുതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നെ ഈ ട്രൈപോഡ് ഒന്ന് ബാക്കിക്ക് നീക്കി വെക്കി എടാ വാ അത് നീക്കി വെക്കി ഇങ്ങടെ അങ്ങോട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് എന്നെ കാണല്ലേ ആ കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് ഫ്രണ്ടേക്ക് എന്റെ ചെറുതിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് അത്രയും നല്ല പണിയെടുക്കല്ല എന്തെങ്കിലും ഫുഡില്ലെങ്കിൽ അമ്മോള് അടി ഉണ്ടാക്കും. പക്ഷെ എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. എന്റെ മേക്ക് മൂന്ന് തത്വ ദൈവമേ അതങ്ങനെ എല്ലാരും പറയാ. ഞാൻ അല്ല അല്ല അതൊന്നുമല്ല ഇവളുടെ പോലല്ല കേട്ടോ. പക്ഷെ ഞാൻ എന്റെ അത്ര ചെയ്യൂല, എന്നാലും ചെയ്യും. അതെ അതെ ചെയ്യും. എന്നുവെച്ചാ ഞാൻ പിന്നെ അങ്ങനെ എനിക്ക് തോന്നുക അന്ന് ചെയ്യണ്ടായിരുന്നില്ല, അത്രയും ചെയ്യണ്ടല്ല അത് ചെയ്താലും പിന്നെ ഇപ്പൊ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യാൻ വേണ്ടിട്ട്. ഇല്ലല്ലോ ഞാൻ ഇതൊന്നും ഇങ്ങോട്ട് തിരിച്ചു കയറ്റിയല്ല. നമ്മള് കുളിക്കില്ല, തിരുമ്പന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സീന. അതിപ്പോ നമ്മള് പറഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടിട്ട് നമ്മൾക്ക് നല്ല മടിയാട്ടോ. പുഴയും തിരുമ്പലും കേട്ടാണ് ഞാൻ ഭക്ഷണം പോലെ. ഓ കൃഷ്ണ, അതെ 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 ഉണ്ട് ഉണ്ട്. ആ മോള് ശ്രദ്ധിക്കാട്ടോ. അതെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടോ നമ്മള് കുളിക്കണമെന്നോ. എനിക്ക് നേരല്ലല്ലോ. ഏതാ മൊബൈല് മോളുടെ പോലെ കുളിക്കൂല. എന്താ വെച്ചാൽ മോള് ഉച്ചക്ക് രാവിലെയും രാത്രിയും കിടക്കണേന് മുന്നേ കുളിക്കും. അതേപോലെ ഈ അടുക്കള തുണയ്ക്കും ചെയ്യും. അങ്ങനെ തന്നെ കുളിക്കാൻ വേണ്ടിട്ട് ഒരു ദിവസം പോകും. അങ്ങനത്തെ വലിയ കുളിയില്ല. ഇതേ പോണുണ്ടോ എന്താ വില പിടിച്ചിട്ടില്ല. എന്നിട്ട് മുട്ടില് കഴിഞ്ഞ് പോവുക. ചെറിയ കുട്ടികളൊന്നും എവിടെ എത്തിയ ആളാ അവിടെ. എന്തായാലും ചെയ്യും, എന്തെങ്കിലും ചെയ്യുമല്ലോ. അതെന്നുണ്ടല്ലോ ചെയ്യും. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നിട്ട് ഒരു ശല്യം ഇല്ലാതെ പോയി കിടന്നുറങ്ങും. പിന്നെ നമുക്ക് ആളെ കൊണ്ട് ഒരു ഉപകാരം അന്നത്തെ ദിവസമല്ല. പിന്നെ ഫോൺ കൊടുത്താ അത് നോക്കി. ഫോണ് കൊടുത്താലല്ല ഇങ്ങനെ എടുക്കും നൈസില്. ആ ഫോണോട് പോണത് പരുന്ത് റാഞ്ചും അല്ലേ അതുപോലെ. ഞാൻ എന്തെങ്കിലും അതിനായിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക്കാണ് എടുത്തിട്ട് നമ്മളെ കൊണ്ട്. അപ്പൊ നമ്മൾ അതിലോട്ട് ഇരിക്കുമ്പോ ഇവിടെ ഈ ഫോണില് അങ്ങനെ നൈസില്. അങ്ങനെയൊക്കെയാണ് ഗൈസ് എന്റെ ജീവിതം. ഈ ഒരു ചപ്പാത്തി പോലെയാണ്. എന്തിനാ കൊറേ പണിയെടുക്കണേ? ഒരു മോളെ കിട്ടിയില്ല. എന്തിന്? ചപ്പാത്തിക്ക് നല്ലോണം കുഴച്ചിന് ഇതിന്റെ മേലെ കുറച്ച് എണ്ണ അങ്ങോട്ട് തൂവിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കറി ആയതിന്റെ ശേഷം പരത്തലും ചുടലും കൂടെ ഒപ്പം ചെയ്യാം. കണ്ടോ ഗൈസ്, എന്റെ വീട്ടില് ഈ ചപ്പാത്തി പരത്തി തരാൻ കൂടെ ഒരാളില്ല. അത് കൈ കെട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രായപൂർത്തിയായ മകൾ. അത് കണ്ടു നിന്നിട്ട് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരു അച്ഛൻ, ഒന്നിനും കൊള്ളാത്തൊരു മകൻ, എല്ലാം തികഞ്ഞൊരു അമ്മ. അതെ, അതിനോട് ഞാൻ 100% യോജിച്ചു. അപ്പൊ ഗൈസ് ഇതങ്ങട് വൃത്തിയാക്കട്ടെ. ഒരു സന്തോഷാവട്ടെ. സന്തോഷം. ഇപ്പൊ എന്താ ചെയ്യണ പറയൂ? പണിയെടുക്കാൻ ഗൈസ് തുണി തോരട്ടാണ് കേട്ടോ. ആള് ലുക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് കാണിക്കണ്ട പറഞ്ഞോണ്ടാ. പട്ടിപ്പണിയാണ് ഈ കുട്ടിക്ക് ഇവിടെ. പോരെ, എത്ര പറഞ്ഞാൽ മതിയോ? കുറച്ചും കൂടി വേണോ? നീ പറയണോ? ആരും തെറ്റിദ്ധരിക്കരുത്. കുട്ടി നല്ല പണിയെടുത്ത് ജീവിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. ഇനിയിപ്പോ കറിയാവണം. മറ്റേ മാക്കാൻ എപ്പോ വരും ഒരു ഐഡിയ ഇല്ല. അതൊന്നും എടുത്തിട്ടുണ്ടാ? ഞാൻ അങ്ങനെ ആക്കി വെച്ചതാണ്. കണ്ടോ, പൂജോ ഡ്രസ്സ് തോരടാൻ വേണ്ടിട്ട് അച്ഛൻ വന്നപ്പോ അതൊന്നും എടുത്തിട്ടുണ്ട്. അച്ഛാ അത് അവിടെ കിടന്നോട്ടെ പറഞ്ഞിട്ട് അതിന്റെ വായ ഉറപ്പിക്കുള്ളൂ. അപ്പൊ അത് ചെയ്യണ്ടല്ലോ. ശരിക്കും അങ്ങനെ വിചാരിക്കട്ടെ. ഡ്രസ്സല്ല, ഞാൻ ശരിക്കുള്ള കാര്യം പറയാത്. അതിനാണ് വേണ്ട പറഞ്ഞല്ലാതെ ഡ്രസ്സ് തോരടാണ്. വേണ്ട പറയാൻ കാരണം എന്താ പറയാ, എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വേറെ ആളുണ്ടാവില്ല. ഇവിടെ പോക്കാ പോവേ. അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇന്ന് എല്ലാവർക്കും വേണം. ഇവിടെ ഒരു പണി ചെയ്യുമ്പോ അതെന്തുകൊണ്ടറിയോ, ഈ മടിച്ചാലും എല്ലാരും ഈ ഒഴിഞ്ഞു നിൽക്കണവരല്ല എല്ലാരും വിളിക്കാൻ. എന്തെങ്കിലും ചെയ്യാറെ വിളിക്കോ? ഞാൻ ചെയ്യുമ്പോഴാണ് എല്ലാരും വിളിക്കുക.
അപ്പൊ കണ്ണം പിടിക്കും. അപ്പോഴേക്കും മോളിനെ പൊസസ് ചെയ്യുന്ന സഹിച്ചിട്ട് മോളിനെ വിളിക്കും. പിന്നെ അങ്ങനെ തള്ളല്ലേ, സ്വയം അങ്ങോട്ട് തള്ളി മറക്കുക. ഞാൻ അറിയാത്ത പോലെ ഓരോ വേർഡുകളൊക്കെ പറയുന്നു. പൊസസീവൊക്കെ മോളോട് നല്ല പൊസസീവ്നെസ് ആണ് ഗായ്സ്. അതിപ്പോ കണ്ണനോടൊക്കെ രഹസ്യമൊക്കെ പറഞ്ഞോട് പിന്നെ കണ്ണനോടുണ്ട് സീക്രട്ട്. ഞാൻ ഉള്ളത് തന്നെ പറയും, എല്ലാരോടൊന്നുമില്ല, എന്നോട് മാത്രം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഈ ഉള്ളെങ്കിലും ഉണ്ടാക്കി തന്നോടെ ഇരുന്ന് തൊള്ളാവട്ടുള്ള നേരം കൊണ്ട് ആൾക്കാർ വിചാരിക്കും ഞാനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടേ ഇല്ല. കാണാൻ പറ്റില്ല. എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്റെ ഫ്രണ്ട്സിനോടൊന്നും നോണ പറയാൻ പാടില്ല. എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഒരു പാത്രം മൊത്തം തേങ്ങ, ഒരു പാത്രം മൊത്തം തേങ്ങ എന്ന് പറയേണ്ട ഒരു മുറി തേങ്ങയാണ്. മാക്സിമം ഒരു മുറിയുടെ പകുതി ഞാൻ ചിരകിയതായിരിക്കും. അത് ചിരകണം എന്നുണ്ടെങ്കിൽ 4-4.5 മണിക്കൂർ വേണം. ഇതൊക്കെ വെറുതെ പറയുന്നത്, ഇതൊക്കെ കട്ട് ചെയ്തിട്ട് പോടുന്നത്. പിന്നെ അല്ല പറയുന്നു. അപ്പൊ ആൾക്കാര് വിചാരിക്കും ഞാൻ ഒരു പണി ചെയ്യില്ല. ഇവിടെ എപ്പോഴും ഇതാ പറയാ. എങ്ങനെ പല ആൾക്കാര് പറയുന്ന അറിയുന്ന ശരിയല്ലേ? ആൾക്കാർ വിചാരിക്കും ഒരു പണി ചെയ്യില്ല, എവിടെ പണിയും. ഗൈസ്, അപ്പൊ അതൊക്കെ വിട്ട് നമ്മളിനി ഉള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇനി തരിക. ഒരു സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വറുത്തരച്ചിട്ട് വെക്കാം. മുട്ടക്കറി ടേസ്റ്റ് ആയിരിക്കും. മോള് കുറച്ച് നേരം പറയും ഞാൻ അതൊക്കെ വെറുതെ പറഞ്ഞതല്ലേ. അല്ലല്ല, ഞാൻ അതൊക്കെ ഉള്ളത് പറയണം. ഞാൻ അവൾക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടേ, പൂജുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. വേണ്ടി ഞാൻ എടുക്കുകയാണേ. തേങ്ങ കൂടെ വറക്കാട്ടോ നമുക്കിനി. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥാന്തരങ്ങൾ എന്ന് പറയുന്നത്. എല്ലാം എനിക്ക് ചെയ്ത് തരുന്ന എല്ലാം വെറുതെയാണ്. ചെയ്തു തരണം നിർബന്ധമില്ല. ഇവിടെ ഭയങ്കര ആന പണിയൊന്നുമില്ല. അങ്ങനല്ല പറയാ, ചെയ്തു തരും. സുമ്മാ പറയണതാണ്, സുമ്മാ. തേങ്ങ വറക്കാൻ വേണ്ടിട്ട് രണ്ട് ചെറുള്ളി, 2 വെളുത്തുള്ളി ടപ്പ എങ്ങനെ ഉണ്ടാക്കണം തരും. വേഗം 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 അപ്പാട്ടെ വറക്കാൻ വേണ്ടിട്ട് ചാചര ചൂടൊന്നും ഉണ്ടായിരിക്കാൻ പറയാം. എണ്ണ ഒഴിച്ചു കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് നമ്മള് നാളികേരം ഇട്ട് കൊടുക്കുക. ഈ ഒരു നാളികേരം മൊത്തം എടുത്താൽ ഈ കുറച്ചുകൂടെ ബാക്കിയിരുന്നോട്ടല്ലേ. ഇനിയിപ്പോ വേണ്ട, ഏതായാലും ഇട്ടു. പിന്നെ കുറച്ചാക്കിയിട്ട് കാര്യമില്ലല്ലോ. വേപ്പില, 2 തണ്ട് വേപ്പില. എവിടെ ഉള്ളി ഉണ്ടാക്കിയാണ് അങ്ങനെ പോയി. കത്തി ഒന്നും കൂടി തരുമോ? വേഗം തരും. അതൊന്നും നടക്കാൻ വേണ്ടി ഇത് ഒന്നുകൂടെ ഇളക്കുക. സിമ്മിലിട്ടേക്കാട്ടോ. ഉള്ളിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് കരിഞ്ഞു പോവും. വെളുത്തുള്ളി ഉണ്ടാക്കി. ഉള്ളി അത് മതിയില്ല. 2 വെളുത്തുള്ളി, 2 ചെറുള്ളിയും കൂടെ ഇട്ടു. കുറച്ച് പെരുംജീരകം. പിന്നെ ഇങ്ങനെ വറുത്തെടുക്കുക. ഇത് മൂക്കട്ടെ കേട്ടോ. മൂത്തിട്ട് നമുക്ക് പൊടിയോളൊക്കെ ഇട്ട് കൊടുക്കാം. കനവ് കണ്ട കൺകൾ മെല്ലെ പിറന്നേ, കാറ്റു പോലെ കൺകൾ മെല്ലെ പിറന്നേ, കാറ്റേ ഒന്നേ കിളാതിരു പൂവേ എന്നെ തല്ലാതിരു കാറ്റേ ഒന്നേ. മതി. ഇനി ഇത് പൊടി മീനകായി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകാപ്പൊടി, എന്താ പൊടി, മുളകാപ്പൊടി, പിന്നെ ചിക്കാപ്പൊടി, എന്താ ചിക്കൻ പൊടി. ഇതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കണം. ഓക്കെ, നമ്മളതിലേക്ക് മാറ്റി വെച്ചു ഗൈസ്. ഇതില് നമ്മളങ്ങോട്ട് വഴറ്റും. വീണ്ടാമതും എണ്ണ ഒഴിക്കുന്നു. സവാള കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ഒരു പച്ചമുളകും വേപ്പിലും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മൂക്കട്ടെ. ഇതിനൊന്ന് മൂക്കട്ടെ കേട്ടോ. മൂത്ത് വന്നിട്ട് നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതൊക്കെ ഒന്ന് ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്താക്കാ വെച്ചാൽ വേണ്ട തക്കാളിയും കൂടെ ഇട്ടിട്ട് നമുക്ക് അരയ്ക്കാം. ആവട്ടെ മക്കളെ, ഇതിലേക്ക് മാറ്റി വയ്ക്കാം. ഈ രാത്രി ഈ കൊട്ടത്തളത്തിൽ ഇന്നലെ 12 മണിക്കൊക്കെ പണി ഈ കൊട്ടത്തളം സിമ്മിലിടലായിരുന്നു കേട്ടോ. ശരണ്യെ വിളിക്കാണ്ടായിരുന്നു, അവളോട് അങ്ങനെ വിളിച്ചിട്ട് ഈ പണിയാണ് കഴിച്ചു. ഇവിടെ വൃത്തിയായി നമുക്ക് ഉമ്മത്തൊക്കെ കുറച്ച് കൂട്ടി പൊളിഞ്ഞൊക്കെ ഇടാവുള്ളൂ. ഇല്ല അവിടെ വൃത്തിയായി അതും കൂടെ വൃത്തിയാക്കാം. ഇതാവട്ടെടാ നിൽക്ക്. ഉള്ളി ഇട്ടെടുത്തൂട്ടാ. ഈ തക്കാളി ഒന്ന് വേവട്ടെ. വേവാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. അരപ്പ് അരച്ചേക്കാം കേട്ടോ. കറണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവിടെ മഴ വെയിലൊന്നുമില്ല, തോന്നിയ പോലെ പോകും കറണ്ട്. എന്നിട്ട് തോന്നിയ നേരത്ത് വരും. എന്നിട്ട് ഞാൻ KCBക്ക് വിളിക്കും, അവർ ബിസി ആവും. അങ്ങനെയൊക്കെയാണ്. വെള്ളം ഒഴിച്ചേ ഞാൻ അരക്കട്ടെ കേട്ടോ. അരക്കട്ടെ. അരപ്പ് ഒഴിച്ചിട്ട് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. കയ്യിൽ കൂടുതൽ പ്രശ്നം. ഓക്കെ മതി. തിളക്കട്ടെ കേട്ടോ. മുട്ട പൊട്ടിക്കാൻ നമുക്ക് തോല് കളയാം അല്ലേ പറഞ്ഞത്? ഞാൻ ബേബി 4 മുട്ടകൾ. 1 എനിക്ക്, 2 എനിക്ക്, 2 മോളും എനിക്ക്. 6 മുട്ടകളാണ് കേട്ടോ. അച്ഛനും കണ്ണനും നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെ പറയുമ്പോ അമ്മമാരൊക്കെ എന്താ പറയാ, പണ്ടത്തെ അമ്മമാരാണ്. അങ്ങനല്ല നിങ്ങളൊന്നാകെയാണ് വായിക്കിടാണ്. അതാ പറഞ്ഞേ, അതാണ് ഞാൻ പറഞ്ഞത് ഗായ്സ്. മോളൊരു ചെറിയൊരു എവിടെയോ എന്തോ അതെ എനിക്ക് കുഴപ്പമില്ല. കറി തളച്ചു. ഇനി നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഒന്നും കൂടെ തള വരുമ്പോഴേക്കും കറി സെറ്റ്. ഇനി നമ്മൾ അടുത്ത കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിളയ്ക്കുമ്പോഴേക്കും ഇത് വേഗം എടുത്ത് കഴുകി വെക്കാം. ഇല്ലെങ്കിൽ ഇത് കഴുകി വെച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കഴിയുമ്പോഴേക്കും ഇവിടെ ഇത് വരെ മുട്ട ഉണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമ. എന്റെ കുട്ടി ഇതൊക്കെ നിന്ന് മോറണ്ടേ. കണ്ടടാ ഞങ്ങളിന്നൊരു സ്ഥലം വരയ്ക്ക് ചിലപ്പോ പോകും ഗൈസ്. അതെ, പോവുകയാണെങ്കിൽ പറയാം. പക്ഷെ നിങ്ങൾ പോകുന്നു പറഞ്ഞാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കൊന്നുണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് മടുത്തു. ഇവര് പുറത്തേക്ക് ഇറങ്ങണ്ടേ, അതൊന്നും ചെയ്യുന്നു പറയാം. ഞാൻ വളാഞ്ചേരി ഇറങ്ങി കഴിഞ്ഞാൽ അതുപോലെ ഇവിടെ തന്നെ പോകും. എവിടേക്കെങ്കിലും വളാഞ്ചേരിക്ക് ഇറങ്ങിയാലും മതി, ഇക്കത് മതി. അല്ലാതെ ഇങ്ങനെ കുറേ ഇരിക്കുമ്പല്ലേ ശ്വാസം കിട്ടും. ഞാൻ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലടാ, ഞാൻ നല്ല അടിപൊളിയായിരുന്നു. അതാണ് ഞങ്ങൾ ഇതിന്റെ കുറച്ച് മുന്നേ ഇങ്ങനെ ഒന്നായിരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് അതുപോലെ. അപ്പൊ അങ്ങനെ പോയി ശീലമുള്ളവർക്ക് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോഴേ വലിയ ബുദ്ധിമുട്ടല്ലേ. എന്നാലും അങ്ങനെ പ്രശ്നം ഉണ്ടെന്നല്ല, അല്ല പക്ഷെ ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ ടെൻഷൻ. ഇവർക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പോയി ഫ്രണ്ട്സിനൊക്കെ കാണുമ്പോൾ ഓക്കെ. പക്ഷെ അതൊക്കെ പണിക്ക് പോകണോടത്ത് അവരുടെ കൂട്ടുകാരും കാര്യങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ അത് ഓക്കെ ആവും. നിന്റെ കാര്യമല്ലേ ഞാൻ മാത്രമല്ല, ആരും ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ മാത്രമൊന്നല്ല, വീട്ടിലിരിക്കുന്ന എല്ലാ അമ്മമാരുടെ അവസ്ഥ അതൊക്കെ തന്നെയാവും. അപ്പൊ ചോദിക്കും നിങ്ങൾക്ക് പുറത്ത് ജോലിക്ക് പൊക്കൂടെ? ജോലി നോക്കുന്നുണ്ട്, കിട്ടിയാൽ ഞാൻ പോകും. പിന്നെ ഇവിടെ ജോലി ഉണ്ടല്ലോ, സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് എനിക്ക് ജോലി എടുക്കാതെ വെറുതെ നിൽക്കുക എന്നുള്ളൊരു മൈൻഡ്. പക്ഷെ മുന്നത്തെ ആ ഒരു ലൈഫ് കുറച്ച് കാലത്തിനുള്ളിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തിരിച്ചു പിടിക്കുമ്പോൾ തിരിച്ചു പിടിക്കുന്ന ചെയ്യണ്ടേ? അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാരണങ്ങൾ പോകുന്നത്. ഓക്കെ, വേറെ സീനൊന്നും ഇല്ല മക്കളെ. നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ട്രസ്റ്റ്, അത് മാത്രമേ ഉള്ളൂ. വിശ്വാസം നമുക്ക് പിന്നെ പോയാൽ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അല്ലാത്തത് എന്തും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കേട്ടോ. അടിപൊളി, സൂപ്പർ എന്ന് ഞാൻ തന്നെ എൻ്റെ കറിയെ ബിൽഡപ്പ് ചെയ്തു. ഞാനിവിടുന്ന് ടേസ്റ്റ് നോക്കാതെ പറഞ്ഞു. ഇവിടെ ഒരുപാട് പ്രാവശ്യം ഞാൻ തുടച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പരത്തുക. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറം മോൾ അവിടെ തുടക്കുന്നുണ്ട് ഒരു ദിവസം. അപ്പം അതുകൊണ്ട് ഇനി നമ്മളിങ്ങനെ എന്തെടുക്കണം, ഇതൊന്നും അങ്ങനെ ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ ഇടണം. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. അവിടെ എൻ്റെ ക്യാമറ വുമണ് വേണ്ടിയിട്ടാണ്. ക്യാമറ ഗേൾ, വുമണല്ല, മീൻ്റെ പൊന്നാ ഗേൾ. ഇതൊക്കെ എനിക്ക് അറിയണതാണ്. സോ എന്നാലും എനിക്ക് മാനസികമാണോ വെറുതെ. അപ്പൊ ഇങ്ങനെ ആക്കിയിട്ടെ പൊന്നാ. എന്നിട്ട് എല്ലാം ഉണ്ടകളാക്കി വെച്ചു. ഇത് മൊത്തം ഞാൻ ആക്കിയതാണ് ഗൈസ്. ഓ പൊട്ടത്തി, എന്തൊരു തോന്നയാ. പഠിക്കരുത് കേട്ടോ. അത് കാണുന്നവർക്കും അറിയാം, മോളിനെ അറിയാം ഞാൻ പറയുന്ന മോളേനെ. അതുകൊണ്ട് കുഴപ്പമില്ല. ലേശം തൂവുക, ഇതിൻ്റെ മേലെ തൂവുക, ഇതിൻ്റെ മേലെ തൂവുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരെണ്ണം എടുക്കും. ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് പൂജുട്ടീനെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് പുളി വരാം. അപ്പം ആവൂല, മനസ്സിൽ വിചാരിച്ചാവൂല. ആക്കും. എന്നിട്ട് ഒരു 2-3 ഞാൻ ആക്കി വെക്കാലോ. പിന്നെ കുട്ടീനെ ഞാൻ മനസ്സിൽ വിചാരിക്കുമല്ലോ. അടിച്ചുള്ളൂ ഞാൻ അടിച്ചുണ്ട് മോള്. അടി അങ്ങനെ കിട്ടും. എന്തിന് അടി ഉണ്ടാക്കുമ്പോ കിട്ടും. പണിയെടുക്കാത്ത ഇപ്പൊ കൊറേ കിട്ടിയിട്ട് ആരാണോ ചെയ്തതൊന്നുമില്ല, രണ്ടാൾക്കും കിട്ടും. ഇനി കുറച്ച് പൊടി ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വെച്ച് പരത്താം. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ഏർപ്പാടാണ് ഗൈസ് ഇത്. ഒന്നാമത് ഇവിടെ മൊത്തം അലമ്പാവുന്നുള്ളതാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി മറ്റേ ഇതുപോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഒന്നാലും മൈൻഡ് ചെയ്യരുത്. ഇത് കറങ്ങണം കൂട്ടത്തിൽ ഞാനും കൂടെ ഇങ്ങോട്ട് കറങ്ങും. പക്ഷെ അങ്ങനെ അടി കിട്ടൂല കേട്ടോ. എന്താ, ഞങ്ങൾ അടി ഉണ്ടാക്കിയിട്ട് കുറച്ചു നേരം മോള് വെയിറ്റ് ചെയ്യും എപ്പോഴാണ് നിർത്തണമെന്നൊക്കെ. എന്നിട്ട് ഇല്ല, അല്ല ഞാൻ വിചാരിക്കുക അടി ഉണ്ടാക്കി അപ്പം അടി കിട്ടുന്നേ. അതല്ല, ഞാൻ കുറേ നേരം ക്ഷമിക്കും. എന്നിട്ട് ഞങ്ങള് നോക്കും പോകുന്നു. എന്നിട്ട് നിർത്തണില്ല എന്ന് കണ്ട രണ്ടാളും കിട്ടുമ്പോ ഞങ്ങള് രണ്ടാളും നിർത്തും. പിന്നെ ഞാൻ ഒന്നാനാവും പാടുണ്ടാവും. എന്റെ ദേഷ്യം പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ വല്ല കുഴപ്പമൊന്നുമില്ല. പറഞ്ഞാ ഞാൻ ഉള്ളതുകൊണ്ടാ ഞാൻ അങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. ഹായ് ഗൈസ്, വട്ടത്തിൽ കിട്ടി, നീളത്തിൽ കുഴി അങ്ങനെ റെയറായിട്ട് നടക്കണതാണ്. കാര്യങ്ങളൊക്കെ കാണിച്ചോ. ഇനി അടുത്ത നിർബന്ധമില്ല. എണ്ണ പുരട്ടി ചുടണോ എണ്ണ പുരട്ടാണ്ട് ചുടണോ? മോളുവിൻ്റെ ഇഷ്ടം പോലെ. അതല്ലേ എൻ്റെ ഇഷ്ടം. ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എണ്ണ പുരട്ടാറും എന്ന് പറയരുത് കേട്ടോ. ഇല്ല, എങ്ങനെയായാലും മതി. അതാണ് ഈ നേരത്തെ കാലത്തെ പെൺകുട്ടികൾ വീട്ടിൽ നീക്കണം. മോളു എന്താ പെൺകുട്ടികളെന്ന് പറയണേ? എവിടെ ആൺകുട്ടികൾ നീക്കണ്ട, അതുകൊണ്ടാണ് പെൺകുട്ടികളെന്ന് മാത്രം പറയണേ. കണ്ണനും കണ്ണൻ്റെ അച്ഛനും നീക്കും നേരത്തെ. ഞാനും അവർക്ക് പണി ഇല്ലാത്തവര് ക്ലാസ് ഇല്ലാത്തന്ന് നേരത്തെ നീക്കും കണ്ണനൊക്കെ. ഞാനും എൻ്റെ മോളും നേരെ വൈകിട്ട് നീക്കുക. ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ നേരത്തെ നീക്കുന്നില്ല. എനിക്ക് വെയ്യെങ്കിലും കേട്ടോ, എനിക്ക് വീടായിട്ട് തീരെ പറ്റാ. ഞാൻ എത്ര വെയ്യെങ്കിലും കിടക്കൂല, അങ്ങനെ അടഞ്ഞ് കിടക്കാതെ അങ്ങനെ ഇരിക്കില്ല. അത് കാരണം എന്തേലൊക്കെ ചെയ്യും. അപ്പൊ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നതാ. അങ്ങനെ വയ്യാന്ന് പറഞ്ഞിട്ട് ആ കാര്യം ചെയ്യാതെ അവിടെ ഇരിക്കണില്ല. അപ്പൊ അതാണ് പ്രശ്നം. എല്ലാരും വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കില്ലേ? ഇതാക്കില്ല മതി.
ചപ്പാത്തി ഉണ്ടാക്കിയുള്ള അവസ്ഥ കണ്ടോ. രണ്ടാമതൊന്ന് ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. അതുകൊണ്ടല്ല കേട്ടോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാത്തത്. ഇവിടെ പൂച്ചട്ടിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്ത് ചപ്പാത്തിയോ? മൊത്തത്തിൽ സത്യത്തിൽ ആർക്കും അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഉണ്ടാക്കട്ടെ. കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത്ര ഇഷ്ടം അങ്ങനെ അല്ല. അത്ര വലിയ നമ്മളെ ദോശ അങ്ങനത്തെ പോലത്തെ ഇഡ്ഡലി, ദോശ ഇഡ്ഡലി അങ്ങനെ കഴിക്കുകയില്ല എന്നുള്ളതല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. അയ്യോ അങ്ങനെയല്ല. ഓക്കെ, ഇവിടെ രണ്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടു. ഇനി നമുക്ക് ചപ്പാത്തി പരത്താം. ഓക്കെ, കണ്ട പിന്നെ അത്തി ചൂടാവുന്ന സമയം കൊണ്ടേ ഇനി നമുക്ക് ഓരോ ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. ഇനി വലിയ പാടൊന്നുമില്ല കേട്ടോ. ഈ കുഴക്കലും പരത്തലാണ് വലിയ പണി. ഇനി ചുട്ടെടുക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ് കേട്ടോ. പുറത്താണെങ്കിൽ പൊരി വെയിലുമാണ്. അപ്പോഴുള്ള ഡ്രസ്സുകളൊക്കെ പുറത്തെടുത്തിട്ടിട്ടുണ്ട് ഷാജേട്ടനും പൂജട്ടിയും കൂടിയിട്ട്. ഞാനിതിങ്ങനെ ഓരോന്നോരോന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പിള്ളേർക്ക് ഇനി ഒരു കുറച്ച് കഴിഞ്ഞാൽ ഇനി വേണമെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ വൈകിട്ട് നമുക്ക് ചപ്പാത്തി റോള് പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഏതായാലും മെനക്കെട്ട് ഉണ്ടാക്കല്ലേ. അപ്പോൾ 10 കൂടുതൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചേ. അപ്പോൾ അതുകൂടെ കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉച്ചരിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണമെന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞ പോലെ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ വിശക്കുന്നുണ്ടെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചതൊക്കെ കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ചപ്പാത്തി റോള് പോലെ സെറ്റ് ചെയ്താലും പിള്ളേർക്ക് വിശപ്പിന് പെട്ടെന്ന് ആവുകയും ചെയ്യുമല്ലോ കേട്ടോ. അപ്പോൾ ആ ചപ്പാത്തി ചൂടിലും കഴിഞ്ഞു, നമ്മുടെ കറി സെറ്റായിട്ട് ഇനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ആ ഷാജേട്ടനുള്ളത് ചായ ഇതാ ഉമ്മറത്ത് കൊണ്ട് വെച്ചിട്ട് അവർ കുടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കുക കാരണമാണ് ഷാജേട്ടൻ വരാത്തത് കേട്ടോ. ആള് എപ്പോഴും ചില സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് ഹസ്ബൻഡിനെ കാണിക്കാത്തത്, നാട്ടിലില്ലേ എന്നൊക്കെ. ആളിപ്പോൾ നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷേ വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ചമ്മലാണ് കേട്ടോ. അല്ലാത്ത വേറെ വിഷയമൊന്നുമില്ല. ആൾ സപ്പോർട്ടാണ്. നമ്മൾ വീഡിയോ എടുക്കണതിന് കുഴപ്പമില്ല, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണമുണ്ട്. പക്ഷേ ആൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് വലിയ ചമ്മലാണ്. അതുകൊണ്ടാണ് വീഡിയോയിൽ എപ്പോഴും കാണിക്കാത്തത്. എന്നാലും വല്ലപ്പോഴും ചില വീഡിയോകളിലൊക്കെ ഉണ്ട് താനും കേട്ടോ. അപ്പോൾ ഞാനും പൂജട്ടിക്കും കാര്യമൊക്കെ പറഞ്ഞത് ചപ്പാത്തിയൊക്കെ നല്ലോണം ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാനൊരു 3-3.5 ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ വോയിസ് ഓവർ കൊടുക്കണം, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നല്ലോണം വിശക്കണമുണ്ടായിരുന്നു. സമയം കുറച്ച് അധികം ആയില്ലോ. കറി എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് നമ്മളിനി അത് ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത പരിപാടിയാണ് അടിച്ചു വാരി തുടയ്ക്കുക എന്നുള്ളത് കേട്ടോ. ഇത് രാവിലെ തന്നെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉച്ചരിഞ്ഞിട്ട് നമ്മളിനി എപ്പോഴാണ് എത്താമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ പകൽ തന്നെ രാവിലെ തന്നെ അടിച്ചു വാരി തുടച്ചിടും കേട്ടോ. എന്നാൽ പിന്നെ വൈകിട്ട് നമുക്ക് വലിയ പാടൊന്നും ഉണ്ടാവില്ല. വരുമ്പോൾ വീടൊക്കെ നീറ്റായിട്ട് കിടക്കും. എനിക്ക് എങ്ങനെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഷ്ടം. അല്ലെങ്കിൽ ഞാൻ എത്ര തിരക്കാണെങ്കിലും ഞാൻ ഇനിയിപ്പോൾ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാലും അതൊക്കെ നൈസിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഞാൻ അങ്ങോട്ട് ചെയ്ത് അങ്ങോട്ട് റെഡിയാക്കി വെക്കും. എന്താ വെച്ചാൽ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് ചെയ്യണ്ടേ. അപ്പോൾ ആ പോയതിൻ്റെ ഒരു ഇതും വന്നു കഴിഞ്ഞാൽ വീട് അലമ്പായി കിടക്കലൊക്കെ കൂടെ ആകുമ്പോൾ അതങ്ങോട്ട് തകിടം പറയണ്ടല്ലോ നമ്മുടെ മൈൻഡ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ഒതുക്കി പെറുക്കിയിട്ടാണ് പോവുക കേട്ടോ. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഇനി തുടയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണേ. ഞാൻ പറഞ്ഞല്ലോ നല്ല വെയിലുണ്ട് കേട്ടോ പുറത്ത്. ഇങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസം 2-3 വെയിൽ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ മല്ലിയും മുളകൊക്കെ വാങ്ങി പൊടിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അതുപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളും തിരുമ്പാൻ വേണ്ടിയിട്ടൊരു ഇനിയൊരു കുറച്ച് കനള അത് ഞാൻ തോട്ടിലേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചു നാളെ കേട്ടോ. ബാക്കിയൊക്കെ ഇതാ അലക്കിയിട്ടിട്ടുണ്ട് ബെഡ്ഷീറ്റൊക്കെ. എന്താ വെച്ചാൽ വെയിലുണ്ടാകുമ്പോഴാണല്ലോ നമുക്കതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം തലയിൽ എണ്ണ തേക്കുകയാണ് കേട്ടോ. ഇത് രാവിലെ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ നേരത്തെ ഇതിങ്ങനെ തേച്ച് നിൽക്കാറുണ്ട്. എനിക്ക് നല്ലോണം തല വയർക്കും. വെച്ചാൽ ബോഡി വയർക്കണേക്കാട്ടിലും കൂടുതൽ തലയും മുഖമാണ് വയർക്ക് കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് നീർവീഴ്ച പെട്ടെന്നുണ്ടാവും. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ 1/2 മണിക്കൂറും 3/4 മണിക്കൂറും എണ്ണ തേച്ച് നിൽക്കാറില്ല. മുടിയാണെങ്കിൽ നല്ല കൊഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എണ്ണ കാച്ചിട്ടും കുറച്ചായി കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മുടീനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാര്യമായിട്ട് സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതാ എണ്ണയൊക്കെ തേച്ചിട്ട് ഇനി കുറച്ച് നേരം പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കിച്ചാൽ ഒരു 3-4 കണ്ണൻകുട്ടിയുടെ അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഓരോ ട്രിപ്പ് പോവും തോട്ടിലോ അല്ലെങ്കിൽ ആ പാടത്തോ പോയിട്ട് നനച്ച് കഴിഞ്ഞാൽ അതവിടെ കൊണ്ടിടും. അപ്പോൾ അങ്ങനെ കൂടി എന്താ വെച്ചാൽ ഞങ്ങളുടെ അത്ര ഡ്രസ്സ് അവനില്ല. അവൻ ഡ്രസ്സ് മേടിക്കില്ല കേട്ടോ. അവൻ ഡ്രസ്സ് മേടിക്കേണ്ട കാശ് മൊത്തം ചെരുപ്പ് വാങ്ങിയിട്ടാണ് കളയുക. വെച്ചാൽ ഡ്രസ്സ് ഇല്ല എന്നുള്ളതല്ല, ഉള്ളത് മൊത്തം ഈ പറഞ്ഞ പോലെ ഒരു 2-3-4 ഒരു ദിവസം അങ്ങോട്ട് മാറ്റിയിടുമ്പോൾ അവന് പിന്നെ ഇടാൻ വേണ്ടിയിട്ടുണ്ടാവില്ലല്ലോ. ഉണങ്ങാൻ വേണ്ടിയിട്ടും പാടാവൻ്റെ ഈ ഒരു ബനിയൻ ക്ലോത്തിൻ്റെ ഒക്കെ ഡ്രസ്സാണേ.
അപ്പോൾ അതൊക്കെ വീട്ടിലിടണേ. അതൊക്കെ ഞാൻ വിചാരിച്ചൊന്നും ഇനി അത് കൂട്ടിയിടണ്ട, അതങ്ങോട്ട് അലക്കിയിട്ടിട്ട് പിന്നെ അങ്ങോട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാന്നുള്ളത് കേട്ടോ. അതിൻ്റെ മുന്നേ രാവിലെ കുറച്ച് അലക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിന്നത്. പിന്നെ തലേ ദിവസം അലക്കി വെച്ചതൊക്കെ കൂടെ വിരിച്ചിട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഇതും കൂടെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനി നമ്മളിട്ട ഡ്രസ്സ് വിളയ്ക്കുക. അതിനിപ്പോൾ വേണമെങ്കിൽ വൈകിട്ട് നമുക്ക് കുത്തിയിടേ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അലക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അത് പിറ്റേ ദിവസത്തേക്കോ അല്ലെങ്കിൽ പൂജുട്ടി കുളിക്കുന്നതിൻ്റെ മുന്നോ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇതൊക്കെ അങ്ങോട്ട് അലക്കൽ കഴിഞ്ഞിട്ട് ഇനി നമുക്കത് വിരിച്ചിടാം കേട്ടോ. ഞാൻ എപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിലും ഇപ്പുറത്തെയും വീട്ടിലെ കോഴികളാണ് കേട്ടോ അത്. ആ സമയം നോക്കിയിട്ട് അവർ കരഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെയാണ് അവർക്ക് ഞാൻ ഈ വോയിസ് കൊടുക്കണത് അറിയാമെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിലെ കോഴിയല്ല കേട്ടോ, അപ്പുറത്തേക്കാണേ. അപ്പോൾ അത് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടില്ലേ. അങ്ങനെ ഇതാ നമ്മുടെ അലക്കലൊക്കെ കഴിഞ്ഞ് ഇനി അത് വിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ വിരിച്ചിടേണ്ട ഈ ഭാഗമല്ലേ നമ്മുടെ ചീരൊക്കെ നട്ടിട്ടുള്ള അവിടെ ഈ ഭാഗത്ത് ഷാജേട്ടൻ ടാർപ്പായ വലിച്ച് കെട്ടി തന്നിട്ടുണ്ട് കേട്ടോ. ഇനി മഴയാവുകയാണെങ്കിലും നമുക്കൊന്ന് വെള്ളം വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് കുറേ ദിവസം മുന്നേ പറയാൻ തുടങ്ങിയതാ. എനിക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പറ്റില്ല കേട്ടോ, അത് വെയിറ്റുള്ള ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഷാജേട്ടൻ കെട്ടി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മഴയാണെങ്കിലും വലിയ പാടൊന്നുമില്ല. ഇങ്ങോട്ട് വിരിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് വാർന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഉണക്കിയെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്നത്തെയും പരിപാടിയാണ് കണ്ണെഴുതൊരു പൊട്ട് വയ്ക്കുക, ലിബാം ഇടുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു മനസ്സുഖം കിട്ടിയ പോലെയാണ് കേട്ടോ. പിന്നെ നമുക്കിതാ കുറച്ചധികം തുണികളും കൂടെ മടക്കി വെക്കാണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കലാപരിപാടി അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണേണ്ടത് നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.